മഹാബലിയാണെങ്കിലോ ദാനശീലത്തിൽ ശ്രേഷ്ഠനായിരുന്നു. സമ്പാദിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ കൂടെ നിർത്താനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരുന്നു? മഹാബലി. ഒരു സമൂഹത്തെ സമുദ്ധരിച്ച ആളായിരുന്നു. അതുകൊണ്ടാണ് മാവേലി നാടുവാണിടും കാലം. ഇപ്പൊ മനുഷ്യരൊക്കെ ആ രീതിയിൽ ഇന്നും അങ്ങനെയാണ്. ഓണ ദിവസം മാവേലി സ്റ്റോർ തുറന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് അകത്ത് ചെന്നാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൻ്റെയൊക്കെ. എന്തായാലും മഹാബലിയുടെ ആ ഒരു മാനുഷികത, മനുഷ്യത്വം, സേവനഭാവം അത് അദ്ദേഹത്തിൽ വളരെ ഉത്കൃഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്നും തൻ്റേതായിട്ട് എടുത്തു വെച്ചില്ല. സമൂഹത്തിന് നല്ലത് ചെയ്യണം, സമൂഹത്തിന് നല്ലത് ചെയ്യണം. ഈ ഒരു ഭാവവും ബോധവും ഉറപ്പുമുള്ള ആളായിരുന്നു മഹാബലി. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വന്നു ചേർന്നു. ഒന്നും കീഴടക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ ആ നന്മ കൊണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു വികസനം കണ്ടിട്ട് പാകിസ്ഥാന്റെ ഒരു ഒക്യുപ്പൈഡ് കാശ്മീരുണ്ട്. അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയുടെ ഭാഗമായാൽ മതി, പാകിസ്ഥാന്റെ ഭാഗം ആവണ്ട. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇതൊക്കെ ഇല്ലേ? കുറെ അങ്ങനെ പാകിസ്ഥാന്റെ പല ഭാഗത്ത് ബലൂചിസ്ഥാനൊക്കെ കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ ഭാഗമാവണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമായാൽ മതി എന്ന് പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന്റെ നന്മ കൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ അതിൽ ചേരാൻ തുടങ്ങി. ഇന്ദ്ര പദവി പോലും ഇന്ദ്രന് നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ ഈ രാജ്യവ്യാപ്തി അങ്ങനെ കൂടി, അദ്ദേഹത്തിന്റെ പ്രഭാവം കൂടി. അങ്ങനെ അദ്ദേഹം ഒരു വലിയ യാഗത്തിന്റെ ഒരുക്കത്തിലാണ്. ഈ സമയത്താണ് ഇന്ദ്രൻ ദേവന്മാരുടെ മാതാവ് അദിതി ദേവി, അസുരന്മാരുടെ മാതാവ് ദിതിയും ദേവന്മാരുടെ മാതാവ് അദിതിയും. ഒരു ഭർത്താവ് രണ്ടുപേർക്കും. കശ്യപ് എന്ന് പറയും. കശ്യപന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്റെ മക്കളുടെ അവസ്ഥ കണ്ടില്ലേ, ഒക്കെ വഴിയാധാരാണ്, രാജ്യവുമില്ല, ഒന്നുമില്ല, എല്ലാം മഹാബലിയുടെ കയ്യിലാണ്. തിരിച്ചവർക്കത് കൊടുക്കും. നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, നോക്കൂ ആ മഹാബലിയുടെ മഹത്വം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത്രയും വലിയൊരു മഹാൻ, നോക്കൂ അച്ഛൻ ആണ്, കശ്യപനാണ് അച്ഛൻ അല്ലേ? അദിതിയുടെ മക്കളും കശ്യപന്റെയാണ്, ദിതിയുടെ മക്കളും കശ്യപന്റെയാണ്. പറഞ്ഞു ആ മകന്റെ അവസ്ഥ നോക്കൂ. ഇതൊന്നും ദേവിക്ക് അങ്ങോട്ട് ഏൽക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവസാനം പറഞ്ഞ് ശരി, ഒരു വ്രതം അനുഷ്ഠിച്ചോളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്ത വ്രതമാണ് ഏത്? പയോവ്രതം. അത് ഞാൻ ഇപ്പൊ പറയില്ല, കാരണം സമയം കുറച്ച് കുറവായതാണ്. പിന്നീട് എന്തായാലും സന്ദർഭത്തിൽ പറയും. പയോവ്രതമൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ അവർക്ക് ബീജം പകർന്നു കൊടുത്ത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ വയറ്റിൽ നിന്നും പ്രകടമായി ഭഗവാൻ വാമനമൂർത്തി ഒരു വടുവിന്റെ രൂപമെടുത്തു. അപ്പോഴേക്കും ഭഗവാന് വേണ്ടുന്ന ഉപചാരങ്ങൾ ചെയ്യാൻ ദേവന്മാരൊക്കെ എത്തി. അമ്മ കുട്ടിക്ക് കൗബീനം ധരിപ്പിച്ചു, അച്ഛൻ പൂടൂർ ധരിപ്പിച്ചു, സൂര്യദേവൻ ഗായത്രി ചൊല്ലി, ഓരോ ദേവീ ദേവന്മാരൊക്കെ വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്ത് കുട്ടി അവിടെ നിന്ന് കൊടയും വടിയൊക്കെ ആയിട്ട് കമണ്ടലുമായിട്ട് നേരെ പുറപ്പെട്ടു മഹാബലിയുടെ വിശ്വജിത്ത് യാഗഭൂമിയിലേക്ക്. മഹാബലി കേരളം ഭരിച്ചു എന്ന് ഭാഗവതത്തിലില്ല. നർമ്മദാ നദീ തടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാഗസ്ഥലം. അങ്ങോട്ട് ചെന്നു. മഹാബലി നോക്കുമ്പോൾ ഉഗ്ര തേജസ്സുള്ള ഒരു കുട്ടി വരുന്നു. അദ്ദേഹത്തിനെ സ്വീകരിച്ചു, കാലൊക്കെ കഴുകി പൂജിച്ചു, ശുക്രാചാര്യരോടുകൂടി ചേർന്ന് സ്വീകരിച്ചിട്ട് പറഞ്ഞു, അദ്യവയം, ഞങ്ങൾ ഇന്ന് സുഹൃതികളാണ്, ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഞങ്ങളുടെ കുലം പവിത്രം, ഞങ്ങളുടെ കുലം പവിത്രായി. അദ്യ പാവിതോ പിതര, ഞങ്ങളുടെ പിതൃക്കളൊക്കെ പുണ്യം ചെയ്തവരായി. അങ്ങേപ്പോഴുള്ള ഋഷിപുത്രനാണെന്നാ കരുതിയത്, ഏതോ മഹാനാണെന്നാ കരുതിയത്. കാലൊക്കെ കഴുകി പൂജിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും എന്നിൽ നിന്ന് ദാനം മേടിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, മഹാബലി, ഭഗവാനാണെന്ന് മഹാബലിക്ക് അറിയില്ല. പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും വേണ്ട, ഞങ്ങളിങ്ങനെ പുണ്യസ്ഥലങ്ങളിൽ വരുന്നു, മഹാന്മാരെ കാണുന്നു. നിന്നെപ്പോലുള്ളവരാണെങ്കിൽ ഗംഭീരന്മാര്. മഹാബലിയുടെ കുറെ ഗുണം പറഞ്ഞു കൊടുത്തു. ആരാണ് അച്ഛൻ വിരോചനൻ, ദാനശീലൻ, ആരാണ് മുത്തശ്ശൻ പ്രഹ്ലാദൻ, ഭാഗവതോത്തമൻ എന്നൊക്കെ പറഞ്ഞ മഹാബലിയെ പൊക്കി വെച്ചു. മഹാബലി പറഞ്ഞു, ഇത്രയും പൊക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമാണ്, എന്തെങ്കിലും എന്നിൽ നിന്ന് ദാനം സ്വീകരിക്കണം. അവസാനം ഭഗവാൻ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ എന്ത് തന്നാ മതി? 3 അടി മണ്ണ് തന്ന. അതേ കാല് കാണിച്ചു കൊടുത്തു. 3 അടി. മഹാബലി പൊട്ടിച്ചിരിച്ചു. ഈ കാലടി കൊണ്ട് എന്ത് മണ്ണ് കിട്ടിയിരുന്ന കാര്യം? ഇതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? മരിച്ചാൽ പോലും ഒന്ന് മണ്ണിൽ വെക്കണമെങ്കിൽ പോലും എത്ര അടി വേണമെന്നാ പറയാ? 6 അടി വേണമെന്നാണ്. ഇത് 3 അടി കൊണ്ട് എന്ത് കിട്ടാനാണ്? അപ്പം ഭഗവാൻ പറഞ്ഞു, തിരിച്ചു മറുപടി പറഞ്ഞു, മഹാബലി,
3 അടി കൊണ്ട് ഞാൻ തൃപ്തനല്ലെങ്കിൽ എനിക്ക് 3 ഭുവനം കിട്ടിയാലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ലോകത്തിൽ തൃപ്തി വരാത്ത ഒരേ ഒരു സാധനം ആരാണ്? തൃപ്തി വരാത്ത ഒരേ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഏതാണ്? ഏതിന് തൃപ്തി വരില്ല? മനസ്സിന് തൃപ്തി വരില്ല. വരുമോ? നിങ്ങൾ നോക്കൂ, ഇവിടെ സപ്താഹത്തിന് അനൗൺസ് ചെയ്യാണ്, ലാസ്റ്റ് ഡേ എല്ലാവർക്കും ഒരു സ്വർണത്തിന്റെ കോയിൻ കൊടുക്കുന്നതാണ്. മരണശയ്യയിൽ കിടക്കുന്ന മുത്തശ്ശി വരെ എണീറ്റ് വരും. ഞാൻ നുണയല്ല പറയണത്. എങ്ങനെയെങ്കിലും കുട്ടികളെ ഒന്ന് താങ്ങിക്കോളൂട്ടോ. അവിടെ പോയാൽ സ്വർണത്തിന്റെ ഒരു കോയിൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒഴിവാക്കുവോ? എന്തോ ഒന്നും മിണ്ടാത്തത്. ഒഴിവാക്കുവോ? ഇല്ല. അതാണ് മനുഷ്യന്റെ ഒരു ആർത്തി എന്ന് പറയുന്നത്. നമ്മൾ ആകെ മതി എന്ന് പറയുന്ന ഒരു സമയം എപ്പോഴാണ്? ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ്. അതാ വയറിന് അങ്ങനെ ഒരു സൈസ് ഉള്ളത് കൊണ്ട് അവിടം കൊണ്ട് മാത്രമാണ് ഇനി വേണ്ടട്ടോ എന്ന്. ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിൽ, ഇപ്പം വസ്ത്രത്തിന്റെ കാര്യത്തിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോരാ. ഏത് കാര്യത്തിലും മനുഷ്യന് പോരാ. അപ്പം ഭഗവാൻ പറയണ, എനിക്ക് ഈ 3 അടി കൊണ്ട് തൃപ്തനാണ്, ഞാൻ വളരെ കൃതാർത്ഥനാണ്, എനിക്കൊന്നും വേണ്ട. ഇത് കേട്ടപ്പോ മഹാബലി പറയാണ്, ഉയരല്ലെങ്കിലും വിവരമുണ്ടെന്ന്. അപ്പോഴാണ് ശുക്രാചാര്യർ നോക്കുമ്പം ഇത് കുട്ടിയൊന്നുമല്ല, ഇത് മഹാവിഷ്ണു കപടവേഷത്തിൽ വന്നതാണ്. അപ്പം ശുക്രാചാര്യ പറയണ, നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. കുട്ടിക്ക് ഉയരല്ലെങ്കിലും വിവരം ഉണ്ടെങ്കിലും നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. അവിടെ വെച്ച് ശുക്രാചാര്യര് മഹാബലിക്ക് ക്ലാസ് എടുക്കുകയാണ്. പറഞ്ഞു, ദാനം ചെയ്യുമ്പോഴും നോക്കി ദാനം ചെയ്തില്ലെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകും. എന്തിനൊക്കെ പണം ഒരാൾ ചെലവഴിക്കണം എന്നാണ്. പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? എക്കണോമിക്സ്, ഒരുപക്ഷെ ചിരപുരാതന കാലത്ത് തന്നെ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് ആദ്യം പഠിപ്പിച്ചത് ശുക്രാചാര്യരാണ്. പിന്നീടാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രമൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 19-ാം അധ്യായത്തിലെ 37-ാം ശ്ലോകത്തിൽ മഹാബലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഞ്ചതാ വിഭജനം വിത്തം വികാമുത്രശമോദതേ ധർമായ അർത്ഥായ ശസേ കാമായ സുജനായച്ച എന്നൊക്കെയുള്ള ശ്ലോകമുണ്ട്. സമയത്തിന്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ അതൊക്കെ പറയില്ല. പിന്നീട് ഒരു സന്ദർഭം ഞാൻ പറയാൻ ശ്രമിക്കും. അതായത് 5 കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ ചെലവഴിച്ചുകൊള്ളണം. ധാർമ്മിക കാര്യങ്ങള്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കണം, ഇത്തരം യജ്ഞങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു സമൂഹത്തെ തന്നെ സമുദ്ധരിക്കാനാണ്. നമുക്ക് സമ്പത്തൊക്കെ ചെലവഴിക്കേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് ഒരു സമൂഹത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ആ സമൂഹത്തിനൊരു അച്ചടക്കവും കെട്ടുറപ്പും ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, കാറൽ മാക്സ് എഴുതി വെച്ച ദാസ് ക്യാപിറ്റലിസം ഒക്കെ കമ്മ്യൂണിസ സംസ്കാരം ലോകത്തിൽ കൊണ്ടുവരാൻ കാരണം യൂറോപ്യൻ സംസ്കാരത്തിൽ പറയുന്ന ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയും. ഉള്ളവൻ അങ്ങോട്ട് സമ്പന്നനാവുക, ഇല്ലാത്തവൻ ഇല്ലാത്തവനായി തുടരുക. ചൂഷണ സംസ്കാരങ്ങള് ഭാരതത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട്. പക്ഷെ ഇവിടെ വേറൊരു സംസ്കാരമുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും പങ്കുവെച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? എല്ലാം ഉള്ളത് പങ്കുവെക്കുന്ന, ദാനം ചെയ്യുന്ന ഒരു സംസ്കാരം. നിങ്ങൾ നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയുള്ള ദാന സംസ്കാരം ഉള്ളത് കൊണ്ടാണ് അന്നദാനാദി സംസ്കാരങ്ങളൊക്കെ ഉള്ളത്, ഇല്ലേ? ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രമായാലും ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഏത് ആശ്രമങ്ങളിൽ പോയാലും അവിടെയൊക്കെ നിങ്ങൾക്ക് ദാനം. നോർത്തിലൊക്കെ എത്രയോ കാലം മുമ്പ് തന്നെ അവിടെയൊക്കെ ദാന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഋഷികേശിലൊക്കെ ഇപ്പോഴും കാണാം. അവിടെ ധർമ്മശാലകൾ എന്ന് പറയും. ധർമ്മശാലകൾ ഇഷ്ടം മാതിരി ഉണ്ട്. അപ്പൊ ആര് വന്നാലും 2 റൊട്ടി ദാള് പട്ടിണി കിടക്കണ്ടായിരുന്നു. ഇവിടെ ഭാരതത്തിലെ ഭൂദാന പ്രസ്ഥാനം നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ഗവൺമെന്റ് ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആചാര്യ വിനോബാവെ നടന്നിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ എന്തെല്ലാം. അതായത് ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പാരസ്പര്യ ഐക്യത്തിന്റെ, ഒരു സഹവർത്തിത്വത്തിന്റെ ജീവിതം. ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് വെച്ചിട്ട് ഉള്ളത് മുഴുവൻ കൈവിട്ടു പോകരുത്, ഉള്ളത് മുഴുവൻ അങ്ങനെ നശിപ്പിക്കുകയും ചെയ്യരുത്. എല്ലാറ്റിനും എന്ത് വേണം? ഒരു ബാലൻസ് വേണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ മഹാബലി പറഞ്ഞു, ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും, ഇനി വാക്കുമാറില്ല, ഞാൻ അതിൽ ഉറച്ചിരിക്കുന്നു.
അപ്പൊ മഹാബലി ശപിച്ചു എന്നാണ്, എങ്കിൽ നിന്റെ ഐശ്വര്യമൊക്കെ നഷ്ടപ്പെടട്ടെ. ഇത് കഴിഞ്ഞ് തന്റെ ഭാര്യ വിന്ധ്യാവലിയോട് വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം പൂവൊക്കെ കൊടുത്തു. ആ വാമനമൂർത്തിയുടെ രൂപഭാവങ്ങളൊക്കെ മാറി വിശ്വരൂപത്തെ എടുത്ത് ഭഗവാൻ 2 അടി അളന്നു. കഥ ഒരു അടി കൊണ്ട് കീളും, ഒരടി കൊണ്ട് ഭൂമി കളന്നെടുത്ത് 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. അപ്പൊ മഹാബലിയോട് ചോദിക്കുക, ഞാൻ 3ാമത്തെ അടി എവിടെയാ വെക്കേണ്ടത്? അപ്പോഴാണ് മഹാബലി പറഞ്ഞു, കുരുശീഷ്ണിമേ നിജം, തന്റെ തലയിൽ വെക്കാൻ. അങ്ങനെ ശിരസിൽ കാല് വെച്ചപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ അപകടം ഉണ്ടായത്. എന്താ നിങ്ങൾ ചിരിച്ചത്? നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. എന്ത് ചെയ്തു ഭഗവാൻ? ഇനി നിങ്ങൾ പാതാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വിടും. ഞാൻ പാതാളത്തിലേക്ക് ഭഗവാൻ പറഞ്ഞയച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്കത് അറിയേണ്ട നിജസ്ഥിതി. ഭാഗവതം 8ാം സ്കന്ധം 22ാം അധ്യായം നിങ്ങൾ എടുത്ത് പഠിക്കൂ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഭാഗവതത്തിലൂടെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇതുവരെ കേട്ട സപ്താഹത്തിലൊന്നും ആരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പാതാളം പറയുന്നത്. നിങ്ങളെ കുറ്റം പറയരുത്. കാര്യം ഇതിൽ ആചാര്യന്മാർക്കൊരു പങ്കുണ്ട്. ആചാര്യന്മാരാണ് നിങ്ങളുടെ കണ്ണു തുറപ്പിച്ച് കാണിച്ചു തരേണ്ടത്. മനസ്സിലായില്ലേ? 22ാം അധ്യായത്തില് ആദ്യ 24ാം ശ്ലോകം എടുത്തു നോക്കൂ. അവിടെ ഭഗവാൻ തന്നെ ബ്രഹ്മാവിനോട് പറയാണ്, ബ്രഹ്മന്യം അനുകൃണാമി തദ്വിശോ വിദുനോമ്യഹം എന്മത പുരുഷസ്തബ്ദ ലോകം മാം ചാവമന്യത്. 22ാം അധ്യായം 8ാം സ്കന്ധം 22ാം അധ്യായം 24ാം ശ്ലോകം. അവിടെ നിങ്ങൾക്ക് കാണാം. കണ്ടു? അവിടെ ഭഗവാൻ പറയുന്നത് അനുഗൃണാമി. ചവിട്ടി താഴ്ത്തുന്ന ഒരാളെ അനുഗ്രഹിക്കുകയാണോ? ഞാൻ ഈ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. എന്താ കാരണം? 28ാം ശ്ലോകം നോക്കൂ. ഏഷധാനവദൈത്യാനാമഗ്രണീകൃതിവർദ്ധന അജൈഷല്ലജയമായം സീതന്നപിന മുഖ്യതി. ഈ മഹാബലി അസുര ചക്രവർത്തിമാരിൽ അഗ്രഗണ്യനാണ്, ദാനശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള ആള് എന്റെ മായയെ ജയിച്ചിരിക്കുന്നു. അജയാമായ സീതന്ന വിമുഖ്യതി. ഞാൻ ഇയാളെ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു. ഞാൻ ഇയാളെ ഉപദ്രവിച്ചു. ഇയാളുടെ സ്വത്ത് ഞാൻ അപഹരിച്ചു. ഭഗവാൻ തന്നെ പറയും, ഞാൻ അപഹരിച്ചു. എന്നിട്ടും അയാൾ മാനസികമായി തളർന്നില്ല. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കൈവിടുമോ? ഭഗവാൻ എന്ത് ചെയ്തു? 33ാം ശ്ലോകം. അവിടെ 33ാം ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രസേന ചൊല്ലു എല്ലാവരും. മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇന്ദ്രസേന, ഇന്ദ്രന് തുല്യനായ മഹാരാജാവേ, അങ്ങക്ക് സ്വസ്തി ഉണ്ടാവട്ടെ. മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുക. അടുത്ത വരി നോക്കൂ നിങ്ങള്. സുതലം സ്വർഗബി പ്രാർത്ഥ്യം ജ്ഞാതിബി പരിവാരിത. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് അങ്ങ് പോയാലും. പാതാളം എന്നൊരു വാക്ക് ഭാഗവതത്തിലില്ല. അപ്പൊ മഹാബലി എങ്ങോട്ടാ വിട്ടത്? ഇനി നിങ്ങൾ പാതാളം എന്ന് പറയില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും വന്നുവല്ലോ. ഇനി നേരത്തെ പറഞ്ഞേ, മരിച്ചു കഴിഞ്ഞാൽ വെള്ളം തരില്ലേ? ഇല്ലേ, വെള്ളം തരില്ലേ മരിച്ചു കഴിഞ്ഞാല്? അപ്പൊ ആരെങ്കിലും ചോദിക്കാം, മഹാബലി എങ്ങോട്ടാ വിട്ടെന്ന് ചോദിച്ചപ്പം എന്ത് പറയണം? മരിച്ചാലും പറയണം. മഹാബലി എങ്ങോട്ടാ വിട്ടത്? സുതലത്തേക്ക്. ഉറപ്പാണല്ലോ. ആരെങ്കിലും ചോദിച്ചാൽ ഈ ശ്ലോകം പറഞ്ഞു കൊടുക്കണം. 8ാം സ്കന്ധം 22ാം അധ്യായം 33ാം ശ്ലോകം. അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ദ്രസേന മഹാരാജായോ ഭദ്രമസ്തുതേ സുതലം സ്വർഗവിപ്രാർത്ഥ്യം ജ്ഞാതിബി പരിവാരിത. എന്തൊരു മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഭാഗവതം. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗവതത്തിന്റെ മഹത്വം. ആരെയും ചവിട്ടിത്താഴ്ത്തില്ല, എല്ലാവരെയും കൈപിടിച്ചുയർത്തി ഉന്നതിയിലേക്ക് എത്തിക്കുന്ന മഹത്തായ ഒരു ദീർഘവീക്ഷണത്തിന്റെ മഹത്തായ സംസ്കാരം. ഇതിനെയാണ് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് താഴ്ത്തുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് സദ്ബുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു.